ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര കൊച്ചിയിൽ നിന്ന് നേരെ ഗോവയിലോട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കൂടി ഗോവയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡിലെ ഫസ്റ്റ് കംപ്ലീറ്റ്ലി സോളാർ വർക്ക് ചെയ്യുന്ന ഒരു കിടിലൻ എയർപോർട്ട് കേട്ടോ. എന്തായാലും എയർപോർട്ടിനകത്തേക്കുള്ള ഡെക്കറേഷനൊക്കെ അടിപൊളിയാണ്. നമ്മുടെ കേരള സ്റ്റൈലൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും സ്പെൻഡ് ചെയ്യാതെ നേരെ നമ്മൾ ഫ്ലൈറ്റിനകത്ത് പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഫ്ലൈറ്റ് ഇൻഡിഗോയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നത് 1700 രൂപയാണ് ഒരാൾക്ക് വന്നു വെച്ചത്. ഞങ്ങൾ മൊത്തം 3 പേരായിരുന്നു. അപ്പം നമ്മളിതാ നീങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബസ്സിൽ കയറി ഇൻഡിഗോൻ്റെ ബസ്സിൽ കയറി നേരെ ഫ്ലൈറ്റിലേക്ക് പോകാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് കാഴ്ച കാണാം. എന്തായാലും നമ്മുടെ എയർപോർട്ടിനകത്ത് റോഡൊക്കെ കണ്ടീഷനൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഇവിടെ മഴ പെയ്താലും നമ്മുടെ റോഡൊന്നും പൊളിയത്തില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ റോഡ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പൊളിയും. പക്ഷെ എനിക്ക് ഡൗട്ടത്രേ ഉള്ളൂ, നമ്മുടെ നെടുമ്പാശ്ശേരിയും കേരളത്തിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ നല്ല മഴയുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഈ റോഡൊന്നും പൊളിയൊന്നുമില്ല? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നുണ്ടോ. അപ്പം നമ്മളെ ഫ്ലൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഫ്ലൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെ തന്നെ കണ്ടാണ്. ഇപ്പോൾ ഞാനൊരു കൂട്ടുകാരനാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മുമ്പിലേക്ക് എത്തി. ഇൻഡിഗോ ഫ്ലൈറ്റാണ്. നമുക്ക് ഒന്ന് സീറ്റ് ബാക്ക് സൈഡിൽ നിന്നാണ് കാരണം കേട്ടോ. അപ്പം നമുക്ക് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. ക്ലിയറൻസ് ഇപ്പോൾ കിട്ടി. നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പ്രവേശിക്കുവാണേ. അപ്പം നമുക്ക് ഇവിടത്തെയും കുറച്ച് മനോഹരമായ കാഴ്ചയാണ്. സമയം വന്നത് ഏകദേശം ഒരു സമയം ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 5 മണിയാണോ, വെളുപ്പിന് 5 മണിയാണ്. 5 AM ടൈം കേട്ടോ. ഓക്കെ, എന്തായാലും നൈറ്റ് മോഡുള്ള ക്യാമറ അല്ലാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും ക്ലിയർ ആവുന്നില്ല. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ഫ്ലൈറ്റിന് പോകുന്നത് കേട്ടോ. ഗോവയിലേക്കുള്ള ട്രിപ്പും ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിനകത്തോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളെല്ലാം കാണാം. പിന്നെ ഇവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയത് വിൻഡോ സീറ്റാണ്. അപ്പോൾ വിൻഡോ സീറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഞാനും എൻ്റെ കൂട്ടുകാരന്മാരാണ്. എന്നാലും നമ്മൾ സെയിം സീറ്റ് തന്നെ എടുത്തത് കൊണ്ട് എക്സ്ട്രാ ഒരു 300 രൂപ കൂടി പേ ചെയ്യണമെന്നായിരുന്നു ഒരു സീറ്റ് വേണ്ടി എടുത്തിട്ട്. ടോട്ടലി ഫ്ലൈറ്റ് ചാർജ് വന്നത് 1700 രൂപ. 1700 നമുക്ക് വന്നേച്ചാട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫ്ലൈറ്റിലെ വിൻഡോ എന്നുള്ള വ്യൂ ആണ്. ഓപ്പോസിറ്റ് തന്നെ ഒരു കിടിലൻ ഫ്ലൈറ്റോടെ കിടപ്പുണ്ട്. അതെങ്ങാട്ടേക്കാണെന്നുള്ള നമുക്കൊന്നും യാതൊരു ഐഡിയയും ഇല്ല. और ऑक्सीजन का प्रवाह शुरू होने के लिए ऐसे अपनी और नाक और मुंह ढककर सांस लेते रहें। दूसरों की सहायता करने से अपना मास्क सही तरीके से पहनें। इस आंख आपातकालीन द्वार है तो साफ करने से बिल्कुल पहले आप रक्षा जैकेट में हवा भरें। यदि आप ओवरब्रीथ द्वार से बाहर निकल रहे हैं तो रक्षा जैकेट में हवा बाहर निकलने के बाद ही भरें। अगर विमान में स्लाइड राफ्ट करें तो बाहर निकलते ही अपने गंतव्य राफ्ट पर चढ़ जाए। विमान कभी रक्षा जैकेट के इस्तेमाल से അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റി ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഇതാ പുഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ്റെ ധൈര്യം സമ്മതിച്ചു നിൽക്കുന്നു. കാരണം നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഉള്ളതുകൊണ്ട് എന്തായാലും പുള്ളി സിഗ്നൽ കൊടുത്താണ് നമ്മുടെ ഫ്ലൈറ്റ് റിവേഴ്സ് എടുക്കുന്നത്, പുഷ് ബാക്ക് ചെയ്യുന്നത് കേട്ടോ. ഫ്ലൈറ്റിന് റിവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു വണ്ടി കൊണ്ട് പുഷ് ബാക്ക് ചെയ്യാനാണ്. ആ കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നൈറ്റ് ആയതുകൊണ്ട് എത്രമാത്രം വിസിബിലിറ്റി ഉണ്ടാവും നമുക്ക് അറിയത്തില്ല. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. 5:45 ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിത് പുഷ് ബാക്ക് ചെയ്ത് നേരെ ബാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 6 മണി സമയത്താണ് നമ്മൾ ടേക്ക് ഓഫ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള വ്യൂ തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് ഫ്ലൈറ്റിൻ്റെ മുകളിൽ ചെന്നിട്ട് നമുക്ക് സൺറൈസ് കാണാം കേട്ടോ. സോറി നമുക്ക് ടോപ്പിൽ ചെന്നിട്ട് സൺറൈസ് കാണാം. എന്തായാലും ഒരു രക്ഷയില്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ചെയ്താൽ പുഷ് ബാക്ക് ആയിട്ട് നേരെ അത് റിമൂവ് ചെയ്ത് നേരെ ഇനി ടേക്ക് ഓഫിന് വേണ്ടി പോകാനുണ്ട്. അപ്പോൾ അത് ഓൺ ടാക്സി സ്റ്റാർട്ട് ചെയ്തു നേരെ ടേക്ക് ഓഫിൻ്റെ ഏരിയയിലോട്ട് നീങ്ങുവാണേ. അപ്പം നമുക്ക് ആ കാഴ്ച കാണാം. അപ്പം നമ്മളിതാ ടോപ്പ് വ്യൂ എത്തി. എന്തായാലും നല്ല രീതിയിലുള്ള ബാഡ് വെതർ ആയതുകൊണ്ട് ഫ്ലൈറ്റ് നല്ല രീതിയിലുള്ള ഷിവറിങ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചെറിയതായിട്ടൊന്ന് പേടിച്ചായിരുന്നു, കാരണം ക്ലൈമറ്റ് ഇത്തിരി മോശമായിരുന്നേ. എന്തായാലും സൺറൈസ് ആകാൻ പോവുകയാണ്. എന്തായാലും അവിടെ നോക്കുമ്പോൾ വ്യൂ വേറെ വൈബ് തന്നെയാണ്. പിന്നെ താഴത്തേക്കൊന്നും കിട്ടുന്നില്ല, കാരണം ക്ലൈമറ്റ് ഇത്തിരി മോശമായതുകൊണ്ട് താഴത്തേക്കുള്ളത് മൊത്തം നമുക്കിങ്ങനെ മഞ്ഞ് മൂടിയ പോലെ തോന്നുന്നുണ്ട്. മേഘത്തിൻ്റെ മുകളിൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്തായാലും താങ്ക് യു ഫോർ യു സപ്പോർട്ട്. എന്തായാലും നമുക്കിപ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടി. ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഒപ്പം തന്നെ പ്രൊഡക്റ്റ് ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമേ എനിക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ യു സപ്പോർട്ട് ഗൈസ്. അപ്പോൾ വീണ്ടും ഈ സപ്പോർട്ട് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം നമ്മളിതാ ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്നുള്ള കിടിലം വ്യൂ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം.
ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സൺറൈസസ് തുടങ്ങിയിട്ടാ. എന്തായാലും നമ്മുടെ നേർക്കണ്ണും കൊണ്ട് നല്ല അടിപൊളി വിഷ്വലായിരുന്നു. പക്ഷേ ക്യാമറ കണ്ണും കൊണ്ടും ആ വിഷ്വലിൻ്റെ പകുതിയുടെ ഒരു അംശം പോലും കിട്ടിയില്ല. എന്തായാലും നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കണ്ട വെട്ടം വന്ന് നോക്കിയേ, സൂപ്പർ അല്ലേ കാണാനായിട്ട്. നേരത്തെ ഇരുട്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ സൺറൈസിൻ്റെ വെട്ടം കാണാനായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ് തന്നെയാണ്. പക്ഷേ ക്യാമറ കണ്ണുകൊണ്ട് കാണുന്നത് എത്രമാത്രം സൂപ്പറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മുടെ നേർക്കണ്ണും കൊണ്ട് കാണുന്നതാണ് അടിപൊളി കേട്ടോ. അപ്പോൾ എത്രയൊക്കെ വന്നാലും നമ്മുടെ കണ്ണിൻ്റെ അത്രയും പവർ ക്യാമറ കണ്ണിന് കിട്ടുന്നില്ല. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നുള്ള സമയത്തോളം മനോഹരമായ കാഴ്ച നമുക്കിപ്പോൾ കാണാറുണ്ട്. എന്തായാലും സീവിൻ്റെ വ്യൂ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അത് ക്യാമറ കണ്ണുകൊണ്ട് എത്രമാത്രം വിസിബിൾ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ചില ഒത്തിരി നല്ല ഭംഗിയുള്ള ദ്വീപുകൾ നമുക്ക് കാണണ്ട. നമുക്ക് ഐലൻഡുകളും കുറച്ച് കാണാൻ പറ്റും. അതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ക്യാമറയിൽ എത്രമാത്രം വിസിബിലിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമുക്ക് ആ മനോഹരമായ കാഴ്ച കാണാം, എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ജേർണി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ജേർണിയൊക്കെ വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ ദയവായി വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിതാ ഗോവയിൽ ലാൻഡ് ആയിട്ടാ. എന്തായാലും ഒരു സൂപ്പർ വൈബ് തന്നെയായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് ഇത്തിരി ശോകമായതുകൊണ്ട് നമ്മുടെ വിസിബിലിറ്റി ഇത്തിരി കുറവായിരുന്നു. കാരണം നല്ല രീതിയിലുള്ള കോടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഇതിലൂടെ കാണാൻ പറ്റും. എന്തായാലും അത് എത്രമാത്രം ക്യാമറ കണ്ണുകൊണ്ട് ക്ലിയർ ആണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമ്മുടെ നേർക്കണ്ണുകൊണ്ട് ക്ലിയർ ആയിരുന്നു. അപ്പം നമ്മളിതാ ഗോവയിലേക്ക് ടാക്സിയിൽ അങ്ങോട്ട് നമ്മുടെ ഗേറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കൊരു പുഷ് ബാക്ക് കാണാൻ പറ്റിയായിരുന്നത്. അപ്പോൾ ആ മനോഹരമായ കാഴ്ചയെല്ലാം കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുവാണേ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഗേറ്റിലേക്ക് ചെന്നപ്പോൾ തന്നെ നമുക്കിതാ ഒരു കിടിലൻ പുഷ് ബാക്ക് ഫ്ലൈറ്റിൻ്റെ പുഷ് ബാക്ക് കിട്ടിയായിരുന്നു. എന്തായാലും അതൊരു അടിപൊളി വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. കണ്ട നമ്മൾ ഗേറ്റിലേക്ക് കയറിയതുള്ളൂ, ആ സമയത്ത് തന്നെ വേറെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്യുവാണ്. അപ്പം നമുക്ക് ആ ഫ്ലൈറ്റിൻ്റെയും കൂടി ടേക്ക് ഓഫ് കണ്ടിട്ട് ഈ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആ മനോഹരമായ കാഴ്ച കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ഫ്ലൈറ്റിൽ നിന്നും പുറത്തിറങ്ങി. അപ്പം നമുക്ക് നമ്മുടെ അപ്പുറത്ത് തന്നെ ഒരു ഇൻഡിഗോൻ്റെ വേറെ ഫ്ലൈറ്റുകളൊക്കെ ഒന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതാ ഇൻഡിഗോൻ്റെ ബസ്സിനകത്തോട്ട് പ്രവേശിച്ചിട്ടാ. അപ്പം നമുക്ക് ഇനി വല്ല ടേക്ക് ഓഫ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ക്യാമറ കണ്ണുകൊണ്ട് കാണുന്നതിനെക്കാട്ടും ഭംഗിയാണ് നമ്മുടെ നേർക്കണ്ണുകൊണ്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായി ഒന്ന് ഫ്ലൈറ്റ് ജേർണി ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാങ് കൊച്ചി ടു പോകുന്നത്. അപ്പോൾ അതേ നോക്കി ലഗേജ് ഉള്ള വണ്ടിയുണ്ടോ, സൂപ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു ടേക്ക് ഓഫ് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ആണെന്ന് നോക്കുകയാണ്. എവിടെയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ഫ്ലൈറ്റിൽ ഫ്യൂൽ ചെയ്യുന്നത് കണ്ടോ, നോക്കിയേ, സൂപ്പർ അല്ലേ ഫ്യൂൽ ഫിൽ ചെയ്യണത്. അപ്പോൾ വിങ്സിനെ അങ്ങോട്ട് കണ്ട ഒരു ടേക്ക് ഓഫ് കിട്ടിയാ. അത് ഏത് ഫ്ലൈറ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ നമ്മുടെ അറൈവലിൻ്റെ ഭാഗത്ത് എത്തി പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആകാറായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവിടെ തന്നെ ഒത്തിരി ടാക്സിക്കാർ നമ്മളൊന്ന് മീറ്റ് ചെയ്തോളും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. താങ്ക് യു.